തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ പതഞ്ജലിക്കെതിരെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകി. സുപ്രീം കോടതി വിമർശനത്തിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. ജിൽബി തോംസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും. ജിൽബി, ഒടുവിൽ ഗത്യന്തരമില്ലാതെ കേന്ദ്ര സർക്കാർ പതഞ്ജലിയെ തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിലുള്ളത്? വിനീഷ, ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം കോടതിയിൽ എത്തിയതിന് പിന്നാലെ ഇന്നിപ്പോൾ ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെയും ഈ വ്യാജ പരസ്യങ്ങൾ പുറത്തുവിട്ടതിനെതിരെ കേന്ദ്രത്തിനെയും അതുപോലെ തന്നെ രാംദേവിനെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് വീണ്ടും ഇപ്പോൾ മാപ്പപേക്ഷയുമായിട്ടാണ് രാംദേവ് സുപ്രീം കോടതിയിലെത്തിയത്. മാപ്പപേക്ഷിച്ചുള്ള സത്യവാങ്മൂലം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അതായത് കാര്യങ്ങളെ ബാബ രാംദേവും അതുപോലെ തന്നെ ബാലകൃഷ്ണനും ലാഘവത്തോടെയാണ് കാണുന്നതെന്നുള്ള ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ മാപ്പപേക്ഷ അംഗീകരിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരേപോലെ പല മാപ്പപേക്ഷ നൽകിയാൽ കോടതിയെ ബോധ്യപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടോ എന്നുള്ളതാണ് കോടതി ഇന്ന് ചോദിച്ചത്. പതഞ്ജലി മനഃപൂർവ്വം കോടതിയെ ലക്ഷ്യം നടത്തിയെന്ന് വ്യക്തമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നേരത്തെ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷമായ വിമർശനമായിരുന്നു കേന്ദ്രത്തിനെതിരെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ രാംദേവിനെതിരെയും സുപ്രീം കോടതി ഉയർത്തിയത്. കാരണം ഇത്തരത്തിൽ ഈ വ്യാജ പരസ്യങ്ങളിൽ നടപടി സ്വീകരിക്കാത്തതിലായിരുന്നു കേന്ദ്രത്തിനെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനമുണ്ടായത്. കാരണം പതഞ്ജലി ഉൽപ്പന്നങ്ങളെ കുറിച്ച് തെറ്റായ അവകാശവാദം ഉയർത്തുന്ന പരസ്യങ്ങൾ പിൻവലിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെയായിരുന്നു കോടതിയെ ചൊടിപ്പിച്ചതും, അല്ലെങ്കിൽ അതിനെയായിരുന്നു കോടതി ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഇതിന് കേന്ദ്രവും കൂട്ടുകളിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് പതഞ്ജലിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ പതഞ്ജലിക്കെതിരായ ഈ വ്യാജ പരസ്യ കേസിൽ കേന്ദ്രം ഇന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതായത് അലോപ്പതിക്കെതിരായ പരസ്യങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കേന്ദ്രം ഇന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ ഇപ്പോൾ രാംദേവിനെതിരെ കോടതിയെ ലക്ഷ്യം വ്യക്തമാണ്, അല്ലെങ്കിൽ കോടതിയെ ലക്ഷ്യം നടപടി ഉണ്ടെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. മാപ്പപേക്ഷ നൽകിക്കൊണ്ടുള്ള സത്യവാങ്മൂലം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ഫിനിഷ്.